എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 14,000 അധികം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിയൂണ്, MDS, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ടീച്ചിങ് സ്റ്റാഫ് തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്ഥിര ജോലിയാണ്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ അണ്ടറിൽ വരുന്ന കേന്ദ്ര വിദ്യാലയത്തിലേക്കും നവോദയ വിദ്യാലയത്തിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ഓരോ പോസ്റ്റും അതിൻ്റെ വേക്കൻസിയും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് കമ്മീഷണറാണ്, 8 വേക്കൻസി. അസിസ്റ്റന്റ് കമ്മീഷണർ അക്കാഡമിക്സ് 9 വേക്കൻസി. പ്രിൻസിപ്പൽ KVS-ലേക്ക് 134, NVS-ലേക്ക് 93 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വൈസ് പ്രിൻസിപ്പൽ 58 വേക്കൻസിയാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഹിന്ദിയിലേക്ക് 124 വേക്കൻസി, ഇംഗ്ലീഷ് 164 വേക്കൻസി, ഫിസിക്സ് 213, കെമിസ്ട്രി 204, മാത്തമാറ്റിക്സ് 80, ബയോളജി 127, ഹിസ്റ്ററി 75, ജോഗ്രഫി 73, എക്കണോമിക്സ് 129, കൊമേഴ്സ് 96, കമ്പ്യൂട്ടർ സയൻസ് 176, ബയോടെക്നോളജി 4. അങ്ങനെ ടോട്ടൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിലേക്ക് 1465 വേക്കൻസി ഉണ്ട്. അടുത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ NVS-ലേക്കാണ്. ഇപ്പോൾ പറഞ്ഞത് KVS ആണ്. ഇനി പറയാൻ പോകുന്നത് NVS-ലേക്കുള്ള വേക്കൻസിയാണ്. ഹിന്ദി 127, ഇംഗ്ലീഷ് 146, ഫിസിക്സ് 186, കെമിസ്ട്രി 121, മാത്തമാറ്റിക്സ് 167, ബയോളജി 161, ഹിസ്റ്ററി 110, ജോഗ്രഫി 106, എക്കണോമിക്സ് 148, കൊമേഴ്സ് 43, കമ്പ്യൂട്ടർ സയൻസ് 135, ഫിസിക്കൽ എഡ്യൂക്കേഷൻ 63 ആണ്. അങ്ങനെ 1513 വേക്കൻസി ഉണ്ട്. അടുത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണ് NVS-ലേക്ക്. ആസാമീസ് 6, ഗാരോ 1, തമിഴ് 1, തെലുഗു 1, ഉറുദു 1, ബാംഗ്ല 5, മണിപ്പൂരി 3. അങ്ങനെ ടോട്ടൽ 18 വേക്കൻസി. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ KVS-ലേക്ക് ഹിന്ദി 13, ഇംഗ്ലീഷ് 314, സംസ്കൃത് 529, സോഷ്യൽ സ്റ്റഡീസ് 327, മാത്തമാറ്റിക്സ് 413, സയൻസ് 177, ഫിസിക്കൽ എഡ്യൂക്കേഷൻ 144, ആർട്ട് എഡ്യൂക്കേഷൻ 134, വർക്ക് എക്സ്പീരിയൻസ് പോസ്റ്റിലേക്ക് 250, സ്പെഷ്യൽ എഡ്യൂക്കേറ്റഡ് TGT 493. അങ്ങനെ 2794 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലൈബ്രറിയൻ KVS-ലേക്ക് 147 വേക്കൻസി. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇൻ NVS ഹിന്ദി 251, ഇംഗ്ലീഷ് 281, സോഷ്യൽ സ്റ്റഡീസ് 157, മാത്തമാറ്റിക്സ് 279, സയൻസ് 208, TGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ 124, TGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫീമെയിൽ 128. ടോട്ടൽ 144. TGT ആർട്ടിലേക്ക് 144, കമ്പ്യൂട്ടർ സയൻസ് 653, TGT മ്യൂസിക് 124, ലൈബ്രറി 134, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ 495. അങ്ങനെ 2978 വേക്കൻസി ഉണ്ട്. അടുത്തത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ലാംഗ്വേജ് ആണ് NVS-ലേക്ക്. ആസാമീസ് 66, ബോഡോ 10, ഗാരോ 8, ഗുജറാത്തി 52, കന്നഡ 49, ഖാസി 11, മലയാളം 27, മറാത്തി 30, മീസോ 10, നേപ്പാളി 8, ഒഡിയ 37, പഞ്ചാബി 18, തമിഴ് 5, തെലുഗു 57, ഉറുദു 10, ബാംഗ്ല 43, മണിപ്പൂരി 2. അങ്ങനെ 443 വേക്കൻസി ഉണ്ട്. പ്രൈമറി ടീച്ചർ ഇൻ KVS-ലേക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ 494, PRT 2684, PRT മ്യൂസിക് 187. ടോട്ടൽ 3365 വേക്കൻസി ഉണ്ട്. അടുത്ത നോൺ ടീച്ചിങ് പോസ്റ്റുകളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 12 വേക്കൻസി, ഫിനാൻസ് ഓഫീസർ 5 വേക്കൻസി, അസിസ്റ്റന്റ് എഞ്ചിനീയർ 2 വേക്കൻസി, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ 74 വേക്കൻസി, ജൂനിയർ ട്രാൻസ്ലേറ്റർ 8 വേക്കൻസി, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് 280 വേക്കൻസി, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് 280 വേക്കൻസി, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് 714 വേക്കൻസിയും, സ്റ്റെനോ ഗ്രേഡ് 1 3 വേക്കൻസി, സ്റ്റെനോ ഗ്രേഡ് സെക്കൻഡ് 57 വേക്കൻസി. NVS-ലേക്ക് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് 46 വേക്കൻസി, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് JNV കേഡറിലേക്ക് 552 വേക്കൻസി ഉണ്ട്. ലാബ് അറ്റൻഡർ 165 വേക്കൻസി, MDS 24 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 14,000 വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നോക്കാം. അസിസ്റ്റന്റ് കമ്മീഷണർ അക്കാഡമിക്സിലേക്ക് മാസ്റ്റർ ഡിഗ്രിയും B.Ed ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. വർക്കിംഗ് എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് ആ പോസ്റ്റിലേക്ക്. ലെവൽ 12 ആണ് സാലറി സ്കെയിൽ. 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 78,800 മുതൽ 2,09,200 ബേസ് സാലറി പറഞ്ഞിരിക്കുന്നത്. അലവൻസും കാരണം ലഭിക്കുന്നതാണ്. 45 വയസ്സുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് പ്രിൻസിപ്പൾ ആണ്. മാസ്റ്റർ ഡിഗ്രി 50% മാർക്കും ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ B.Ed ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം.
അല്ലെങ്കിൽ 3 വർഷത്തെ BEd MAd ഫ്രം NCT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി 50% മാർക്ക് വിത്ത് BEd ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ആ പോസ്റ്റിലേക്ക്. അടുത്ത വൈസ് പ്രിൻസിപ്പൾ ആണ്. മാസ്റ്റർ ഡിഗ്രി ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ BEd 50% മാർക്കാണ്. അതല്ലെങ്കിൽ 3 വർഷത്തെ BEd MAd വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്കുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി വിത്ത് 50% മാർക്ക് ഫ്രം NCTE റെക്കഗ്നേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 56,100 മുതൽ 1,77,500 വരെയാണ് ബേസ് സാലറി പറഞ്ഞിരിക്കുന്നത്. വർക്കിംഗ് എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. അടുത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ആണ്. ലെവൽ 8 ആണ് സാലറി സ്കെയിൽ. 47,600 മുതൽ 1,51,100 വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാരണം ലഭിക്കുന്നതാണ്. 40 വയസ്സുള്ള ഏജ് ലിമിറ്റ്. മാസ്റ്റർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി 50% മാർക്കും. അതിൻ്റെ കൂടെ BEd ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ 3 വർഷത്തെ BEd MAd ഫ്രം NCTE വിത്ത് 50% മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി വിത്ത് 50% മാർക്ക് ഫ്രം NCTE ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇൻക്ലൂഡിംഗ് BEd പറഞ്ഞിട്ടുണ്ട്. ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ പോസ്റ്റിലേക്കും ഡിഫറൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ. അടുത്ത നമുക്ക് നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലെവൽ 10 ആണ് സാലറി സ്കെയിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഗ്രാജുവേഷനും 3 വർഷത്തെ എക്സ്പീരിയൻസും ആണ് പോസ്റ്റിലേക്ക് ചോദിക്കുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നോളജ്. അടുത്ത ഫിനാൻസ് ഓഫീസറാണ്. ബാച്ചിലർ ഡിഗ്രി ഇൻ കൊമേഴ്സ് ആണ്. 50% മാർക്കും 4 വർഷത്തെ എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത്. അടുത്ത അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. ഗ്രാജുവേറ്റ് ഇൻ സിവിൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറാണ്. അടുത്ത് ബാച്ചിലേഴ്സ് ഡിഗ്രിയും അതുപോലെ തന്നെ UDC അല്ലെങ്കിൽ SSC ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അടുത്ത ജൂനിയർ ട്രാൻസ്ലേറ്റർ ആണ്. മാസ്റ്റർ ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലെവൽ 6 ആണ് സാലറി സ്കെയിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിലർ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. JS അല്ലെങ്കിൽ LDC ആയിട്ട് വർക്ക് ചെയ്യേണ്ട എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 1 ആണ്. ഗ്രാജുവേറ്റും അതുപോലെ തന്നെ വർക്കിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് 5 വർഷത്തെ. സ്റ്റെനോ ഗ്രേഡ് 2നും ഗ്രാജുവേറ്റ് ആണ് ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ നോളജ് ഓഫ് വർക്കിംഗ് ഓഫ് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് +2 ടൈപ്പിംഗ് സ്പീഡുമാണ്. 35 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഹിന്ദിയാണ് പറഞ്ഞിരിക്കുന്നത്. KVS-ലേക്കാണ് ഈ ക്വാളിഫിക്കേഷൻ ആണ്. NVS-ലേക്കാണെങ്കിൽ +2 പാസും 30 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷും അല്ലെങ്കിൽ 25 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഹിന്ദിയുമാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ലാബ് അറ്റൻഡന്റ് ആണ്. 10ാം ക്ലാസ് പാസ് വിത്ത് സർട്ടിഫിക്കറ്റ് ഓർ ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നീഷ്യനുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ +2 സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് ഡിപ്ലോമ, അതല്ലെങ്കിൽ +2 സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത പിയൂൺ ആണ്. MDS ആണ്. മൾട്ടി ടാസ്ക് സ്റ്റാഫ് ആണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 30 വയസ്സ് വരെയാണ് MDSന്റെ ഏജ് ലിമിറ്റ്. ലാബ് അറ്റൻഡന്റിന് 30 വയസ്സ് വരെയാണ്. ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റിന് 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 5 വർഷത്തിലവ് SC/ST കാൻഡിഡേറ്റ്സിനും 3 വർഷം OBCയും ലഭിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 4 ഡിസംബർ 2025 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. 14 നവംബർ 2025 മുതൽ 4 ഡിസംബർ 2025 നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. താങ്ക്